ടെക് ഫീൽഡിൽ കൂടുതൽ ഫെമിലർ ഒരു കോഴ്സാണ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്. ആസ് എ സോഫ്റ്റ്വെയർ ടെസ്റ്റർ ഞങ്ങളെപ്പോലുള്ള ബിഗിനേഴ്സിന് വേണ്ടി ഒരു ബ്രീഫ് തരാൻ പറ്റും? ഈ സ്റ്റുഡൻസൊക്കെ അധികം ഈ ടെക് ഫീൽഡിലേക്ക് ഒരു ജോബൊക്കെ നോക്കുന്നവരാണെങ്കിൽ പലരും ആദ്യമായിട്ട് ഓപ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അധികം ഈ കോഡിംഗ് ഒക്കെ കുറഞ്ഞ ഒരു കോഴ്സായിരിക്കും ഓപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് വരുന്ന ഒരു ലിസ്റ്റ് ഓഫ് ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഒന്ന് ഡിസൈനിങ്, പിന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, പിന്നെ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ആണ്. അപ്പോൾ അതിൽ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫുള്ളി അതിൽ കോഡ് വരുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. നമുക്കിപ്പോൾ മാനുവൽ ടെസ്റ്റിംഗ്, ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞ രണ്ട് സെക്ഷനായിട്ട് നമ്മൾ ടെസ്റ്റിംഗ് കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ മാനുവൽ ടെസ്റ്റിംഗിലാണ് നമുക്ക് പ്യൂർലി കോഡിംഗ് ഒന്നും വരാത്തത്. അതിൽ കൺസെപ്റ്റ് വൈസ് ആണ് നമ്മുടെ ഐഡിയാസ് പ്രൊവൈഡ് ചെയ്യാണ് വേണ്ടത്. നേരെ മറിച്ച് ഓട്ടോമേഷൻ എന്ന് പറയുമ്പോൾ അവിടെ നമ്മളൊരു പെർട്ടിക്കുലർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് എന്നാലും നമ്മളൊരു ഡെവലപ്പിംഗ് കൈൻഡ് ഓഫ് ആ ഒരു ഇതിൽ നോക്കുകയാണെങ്കിൽ അത്രയധികം നമുക്ക് ഇൻഡെപ്ത് നോളജ് ആവശ്യം വരുന്നില്ല ടെസ്റ്റിങ്ങിൽ. അപ്പോൾ നമുക്ക് ആ ഒരു ബേസ് ഉണ്ടാക്കുക എന്ന് മാത്രമാണ് ടെസ്റ്റിംഗ് കോഴ്സിൽ വരുന്നത്. ബട്ട് ആ ബേസിൽ സ്ക്രാച്ച് മുതലേ നമ്മൾ എടുത്തു പോകുന്നത് കൊണ്ട് തന്നെ വലിയ നോൺ ടെക്നിക്കൽ ഫീൽഡിൽ നിന്ന് വരുന്ന ആൾക്കാർക്കാണെങ്കിൽ പോലും വലിയൊരു ബുദ്ധിമുട്ട് തോന്നത്തില്ല. അപ്പോൾ ആ വിധത്തിലാണ് അവർ സിലബസ് നമ്മൾ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ മാനുവൽ ടെസ്റ്റിംഗ് പിന്നെ ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് ആ ഒരു കോമ്പിനേഷൻ ആയിട്ടാണ് അത് പോകുന്നത്.